സാരി ഇഷ്ടമായോ? ഉം. നമ്മളെടുക്കുന്ന ഡ്രസ്സുകളിടാൻ തനിക്ക് യോഗം വരുന്നത് കുറച്ച് കഴിയുമ്പോഴാണല്ലേ? അതിന് പകരമാണ് താൻ എനിക്ക് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നെ. എന്തായാലും നന്നായി, രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. വെഡിങ് ആനിവേഴ്സറി തൻ്റെ മമ്മി തട്ടിക്കൊണ്ടുപോയി. അതിന് നമുക്കൊരു പകരം വീട്ടണ്ടേ? പകരം വീട്ടാനോ? എങ്ങനെ? എടോ, സത്യം പറഞ്ഞാലേ ഈ വിവാഹ വാർഷികം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്വകാര്യതയല്ലേ? അത് തട്ടിപ്പറിക്കുന്ന സമയത്ത് പകരം വീട്ടിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ അങ്ങ് മുങ്ങണം. മുങ്ങാനോ? ആ, എല്ലാവരും കൂടി വിവാഹ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു അനൗൺസ്മെന്റ്, നമ്മൾ പോകുന്നു, കുറച്ച് ദിവസത്തേക്ക് നമ്മളെ നോക്കണ്ടാന്ന്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗംഭീര റിസോർട്ടിൽ, വല്ല കാശ്മീരിലോ ഷിംലയിലോ മഞ്ഞും കൊണ്ട് ആലിപ്പഴമൊക്കെ വാരി ഒരൊറ്റ നടത്തം. പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി. എന്തു പറയുന്നു? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ, അപ്പൊ ആലോചിച്ചാ പോരെ? എന്ത് സമയമുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വിവാഹ വാർഷികമാണ് നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ എന്താ നമുക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്? 10 തവണ നാഗദർശനം, 15 തവണ അടി, 14 തവണ വീട് വിട്ടു പോകല്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല കേട്ടോ. താൻ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലെന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പുണ്ട്. എന്നാലും ഉള്ളിലൊരു വേദന തോന്നിയ വേറെ ആരോട് പറയാനാടോ? ഈ ട്രിപ്പും മഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഈ മുറിയിൽ വെച്ചിട്ട് തന്നെ സ്നേഹിക്കാൻ എനിക്ക് തടസ്സമൊന്നുമില്ലല്ലോ. സാറേ, എന്താ തെറ്റ്? നിങ്ങളുടെ മുറി, നിങ്ങൾ ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് ഒരു വിവാഹ വാർഷികം തൊട്ടടുത്ത് ഇങ്ങനെ എത്തിയിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ഞാനല്ലേ ആലോചിക്കേണ്ടത്. ഛേ, ഞാനെന്താ ഒരു കഴുതയായി പോയത്? നവീൻ സാറിന്റെ മുറിയിൽ പോയി കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോടാ മാണിക്കുഞ്ഞേ? ഇന്നിങ്ങനെ ഒരു ചോദ്യം ആ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ മനസ്സിൽ തോന്നണ്ടായിരുന്നില്ലേ? എന്നിട്ടെന്താ തോന്നാത്തത്? അല്ല, നിങ്ങളും ചില അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടുന്നത്? ഉമ്മ കൊടുക്കാനാണെങ്കിൽ അതങ്ങ് കൊടുക്കണമെന്നേ, അല്ലേ സാറേ? ഓ, താനൊന്ന് പോയേ. അല്ല, മാണിക്കുഞ്ഞ് എന്തിനാ വന്നേ? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ വന്നേ? ഛോ, വന്ന കാര്യം മറന്നുപോയി മാഡം. അതാണ് ലൗസിന്റെ ഒരു ശക്തി. എന്ത് കാര്യമായിട്ട് വന്നാലും നമ്മളതൊക്കെ അങ്ങ് മറന്നുപോകും. എന്നാ പിന്നെ നടന്നോട്ടെ മാഡം. ആ നിർത്തിയെടുത്ത് അങ്ങ് മുന്നോട്ട് പോകുന്നേ. ശരി സാർ. മാണിക്കുഞ്ഞിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് അയാൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം.